ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/4 കിലോ ബീഫാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്തത്. ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 8 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ വേവിച്ചെടുത്ത ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ബീഫിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെയാണ് ഞാൻ വീണ്ടും സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം അതേ പാനിൽ ഒരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യമായിട്ട് ചേർക്കുന്നത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. 1/2 ടേബിൾ സ്പൂണിനടുത്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബീഫ് വേവിച്ച സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാലയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ചതച്ച മുളകാണ്. 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മുളകും ഇപ്പോൾ ചേർത്ത എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിച്ചെടുത്ത കുക്കറിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ കുക്കറിൽ ഒരല്പം അരപ്പൊക്കെ വറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡിയാകും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി അവസാനമായിട്ടൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ ഈ ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ
ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്